ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളിൽ വീടുകളിൽ നമ്മൾ ബെഡ് സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ കണക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഇൻവെർട്ടർ കണക്ഷൻ വഴി സീലിങ്ങിൻ്റെ ഫാൻ എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്നാണ് നോക്കുന്നത്. ഇത് ലെഗ്രാൻഡിൻ്റെ മോഡൽ ടൈപ്പ് സ്വിച്ചാണ്. ഈ സ്വിച്ച് വരുന്നത് കാണാം. അല്ലെ, ഈ 2 മോഡ്യൂളാണ് റെഗുലേറ്റർ വരുന്നത്. നമുക്ക് 1 മോഡ്യൂൾ റെഗുലേറ്ററും അവൈലബിൾ ആണ്. 2 മോഡ്യൂൾ റെഗുലേറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 240 വോൾട്ടേജ്, ഇത്ര ഹെഡ്സ് വരുന്നത്, 100 വാട്ട്സ് ആണ് അതിൻ്റെ മാക്സിമം പറയുന്നത്. കണ്ടോ, അതായത് അതിൽ ചില സ്റ്റാൻഡേർഡ് കമ്പനികൾക്കാണ് അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം 100 വാട്ട്സ് വരെ യൂസ് ചെയ്യാം. നോർമൽ ലെവലിൽ വരുന്ന ഫാൻ എന്ന് പറയുന്നത്, അതായത് സാധാരണ ഒരു ഫാൻ വരുന്നത് ഏകദേശം 60 to 70 വാട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അത് കണക്ട് ചെയ്യാം. മറ്റേ BLDC ഫാനുകൾ ചില റെഗുലേറ്റർ ഉള്ള ടൈപ്പ് വരുന്നുണ്ട്, റെഗുലേറ്റർ ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. BLDC ഫാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ BLDC ആകുമ്പോൾ ഏകദേശം 32 വാട്ട് അല്ലെങ്കിൽ മാക്സിമം 28 തൊട്ട് 32 വാട്ട്സ് വരെ മാക്സിമം എടുക്കുന്നുള്ളൂ. നോർമൽ ലെവലിലുള്ള ഫാൻ എന്ന് പറയുന്നത് നേരെ ഏകദേശം ഒരു 60 വാട്ട് വരെ നമുക്കത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നമുക്ക് നോക്കുക. ഇൻവെർട്ടർ ഫേസ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫാനിന് ഇൻവെർട്ടർ ഫേസ് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇൻവെർട്ടർ ഫേസ് നമ്മൾ നേരെ വന്നിട്ട് ആ സ്വിച്ചിലേക്ക് 1 വേ സ്വിച്ച് 6 ആംസിൻ്റെ 1 വേ സ്വിച്ചിലേക്ക് നമ്മൾ കൊടുത്തു. അതിൽ നിന്നും ഒരു ഔട്ട് വന്നിട്ട് നേരെ നമ്മുടെ റെഗുലേറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. റെഗുലേറ്ററിലേക്ക് കൊടുത്തു. റെഗുലേറ്ററിൽ നിന്ന് ഒരു വയർ വന്നേക്കുന്നുണ്ടോ, ഒരു ഗ്രേ വയർ വന്നേക്കുന്നുണ്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ഗ്രേ വയർ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഗ്രേ വയറാണ് നമ്മുടെ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ റെഗുലേറ്ററിലേക്ക് പോകുന്നത്. റെഗുലേറ്ററിൽ നിന്നും ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാൻ്റെ ലീഡ് നമ്മൾ ഓൾറെഡി ബെഡ് സ്വിച്ചിൽ വലിച്ചിട്ടിട്ടുണ്ട്. സീലിംഗ് ഫാൻ്റെ ലീഡ് നമ്മൾ ഓൾറെഡി വലിച്ചിട്ടുണ്ട്. ആ സീലിംഗ് ഫാൻ്റെ ലീഡ് നമ്മൾ അതിലേക്ക്, അതായത് ആ വയർ ഉണ്ടോ മുകളിൽ കിടക്കുന്ന സീലിംഗ് ഫാൻ, ആ സീലിംഗ് ഫാൻ്റെ വയർ ഓൾറെഡി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ന്യൂട്രൽ, അതായത് ഫാനിലേക്ക് പോകുന്ന ന്യൂട്രൽ ഓൾറെഡി വരുന്നിരിക്കുന്ന കോമൺ നമ്മുടെ ബോക്സിലായിട്ട് ഒന്നിച്ച് ലിങ്കായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണാൻ സാധിക്കും. അതായത് ആ ബോക്സിൽ വന്നിരിക്കുന്ന നമ്മുടെ DBയിൽ നിന്നും വന്നിരിക്കുന്ന സർക്യൂട്ടിലായിട്ട് ന്യൂട്രൽ ലിങ്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടോ. ആ ന്യൂട്രലുകൾ പറഞ്ഞാൽ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ആ ഫാൻ്റെ ന്യൂട്രൽ ആ ന്യൂട്രലിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. അത് DBയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് വന്നെങ്കിൽ 2.5 ആയിരിക്കും, അല്ലെങ്കിൽ 1.5 ആയിരിക്കും. ഇപ്പോൾ 1.5 സർക്യൂട്ട് മതിയാവും. നോർമൽ ലെവലിൽ 1.5 സർക്യൂട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത്രയും മതിയാവും നമുക്ക്. അപ്പോൾ റെഗുലേറ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെപ്പ് റെഗുലേറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 5 സ്റ്റെപ്പ് നമുക്ക് കിട്ടാവുന്ന സ്റ്റെപ്പ് റെഗുലേറ്റർ. ചില ടൈപ്പിൽ നമ്മൾ നോർമൽ ലെവലിൽ കണ്ട 5 സ്റ്റെപ്പ് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റെപ്പ് വരുന്ന രീതിയിലാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഓഫ് പൊസിഷൻ ചില റെഗുലേറ്ററുകളിൽ ഓഫ് പൊസിഷൻ കൂടി ഉണ്ടാവും. അതായത് സ്വിച്ചിന് പോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ ഈ സ്വിച്ച് ബോർഡിൽ നമ്മളൊരു പ്ലഗ് വരുന്നുണ്ട്. ആ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഫേസും കൊടുക്കാം. റെഗുലേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമുക്ക് ചില ഫാനുകളിൽ BLDC ഫാനുകൾ, ചില ഫാനുകൾ വരുന്നത് റിമോട്ടുള്ള ടൈപ്പിൽ വരുന്നത്, റിമോട്ടുള്ള ഫാനുകൾ മിക്കതും ഏകദേശം ഒരു 90% റെഗുലേറ്റർ ആവശ്യം ഉണ്ടാവാറില്ല. അതായത് റെഗുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവും. അത് കറക്റ്റായിട്ട് ഓരോ BLDC ഫാൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അത് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. റെഗുലേറ്റർ ഉള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 വാട്ട് വരെ നമുക്ക് ഇതിൻ്റെ അത് ഓൾറെഡി ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു റെഗുലേറ്റർ എങ്ങനെ, നമ്മുടെ ഫാൻ്റെ റെഗുലേറ്റർ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.